പൂ കാണിച്ചാൽ അനുകരിക്കും, ആക്ച്വൽ സാധനം കാണിച്ചാൽ അനുകരിക്കത്തില്ല. അറിയാമോ? കാണുന്ന മനുഷ്യനെ നെഞ്ച് പടച്ചു ഒരു മനുഷ്യ ജീവിയോട് ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളത്. ഇയാൾക്കെതിരെയുള്ള സാധനം എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. എഡ്യൂക്കേറ്റ് ദം. അവരോട് പറയണം, നോ, ഡോണ്ട് ഡു ഇറ്റ്. ഇന്ത്യൻ സിനിമകളില് ഈ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. കാര്യം ഈ സെൻസർഷിപ്പ് ലോ പ്രകാരം ഫീമെയിലിന്റെ ഇന്ന ഭാഗങ്ങൾ കാണിച്ചുകൂടാ എന്നൊരു സംഭവം. എന്നാൽ അത് എൻ്റെ മറ്റേ ഈ വലിയ ബിഗ് ബജറ്റ് സാധനങ്ങൾക്കകത്തൊക്കെ അത് കാണിക്കുകയും ചെയ്യും. അതൊന്നും മാറ്റർ അല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തിരുന്നെന്ന് അറിയാമോ? ഇതിനെ സിംബോളിക്കായിട്ട് കുറച്ച് ിന് ശേഷം കിടക്കുന്നത് ഒരു തേഞ്ഞുപോയ ഒരു കുറിയും കുങ്കുമക്കുറിയും കുറച്ച് പൂക്കളും ചളങ്ങിപ്പോയ കുറച്ച് പൂക്കളും ഒക്കെയാണ്. എന്താ പേര്? ജ്യോതിഷ. എപ്പോഴെങ്കിലും ഒറിജിനൽ വിക്ടിംസിന്റെ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടോ? ന്യൂസിൽ ബ്ലർ ചെയ്ത് വരാറുള്ളൂ. ഇന്റർനെറ്റിൽ പോയി നോക്കണം. മോസ്റ്റ്ലി വിക്ടിംസിന്റെ ബോഡി സർവൈവർ എന്ന് പറയുന്നത് ഫിസിക്കലി ഭയങ്കരമായിട്ട് ആയി പോകുന്ന മനുഷ്യരെയാണ് കിട്ടാറുള്ളത്. കാര്യം ഒരു ഫീമെയിൽ എപ്പോഴും ചെയ്യുന്ന ആളോട് പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർ ഫസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിന്റെ കുറെ കേസ് സ്റ്റഡീസ് പഠിച്ചിട്ടുള്ള ആളാണ്. ഈ സൈഡ് മുഴുവൻ, ഈ സൈഡോ അത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഇവിടെ മുഴുവൻ ഇടിച്ചിട്ട് ഇവരെ നോക്കൗട്ട് ആക്കി കളയും. അല്ലാത്തടത്തോളം നടക്കില്ല. മനസ്സിലായോ? അത്രയും ഡാമേജിങ് ആയിട്ടുള്ളൊരു സാധനത്തിന് സിനിമയിൽ നിങ്ങൾ ഇങ്ങനെ കാണിക്കരുത്. ചതഞ്ഞ പൂവെന്ന് കാണിക്കുമ്പോഴത്തേക്ക് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനും ആകെ കൂടി ഇച്ചിരി പൂ ചതയും ഒരു കുങ്കുമം തേയും ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. മോണിക്ക ബെലൂച്ചിയെ ഒരു സബ്വേക്കകത്ത് ഒരു സാധനമുണ്ട്. ആ സിനിമയുടെ പേര് കിട്ടുക. ലോക സിനിമയിൽ തന്നെ അങ്ങനെ കുറെ സിനിമകളിലാണ് ആക്ച്വൽ റേപ്പ് കാണിച്ചിട്ടുള്ളത്. റേപ്പ് ഈസ് നോട്ട് അബൌട്ട് പെനട്രേഷൻ, റേപ്പ് ഈസ് വയലൻസ്. ആ വയലന്റ് ആയിട്ടുള്ള ആക്ടിനെ, ഇൻഹ്യൂമൻ ആക്ടിനെ നിങ്ങൾ കാണിക്കരുതെന്നാണ് പറയുന്നത്. അതൊക്കെ കാണിച്ചാൽ ഇത് ആളുകൾ അനുകരിക്കുമെന്ന്. പൂ കാണിച്ചാൽ അനുകരിക്കും, ആക്ച്വൽ സാധനം കാണിച്ചാൽ അനുകരിക്കത്തില്ല. അറിയാമോ? കാര്യം കാണുന്ന മനുഷ്യനെ നെഞ്ച് പടച്ചു ഒരു മനുഷ്യ ജീവിയോട് ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് സ്ത്രീകൾക്കെതിരെയുള്ള സാധനം കാണിക്കാൻ പാടില്ല. സ്ത്രീകൾക്കെതിരെയുള്ള സാധനം എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുത്തിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. എഡ്യൂക്കേറ്റ് ദം. അവരോട് പറയണം, നോ, ഡോണ്ട് ഡു ഇറ്റ്. കാണുന്നവർക്ക് തോന്നണം, നോ, ഇത് ഞാൻ ചെയ്യരുത്. നോ, ഐ ആം എ സിവിലൈസ്ഡ് മാൻ, ഐ ആം എ സിവിലൈസ്ഡ് ഹ്യൂമൻ ബീയിങ്. അതേപോലെ തന്നെ തിരിച്ച് ആണുങ്ങളോടുള്ള ക്രൂരത കാണിക്കണം. അപ്പം മനുഷ്യർക്ക് തോന്നണം, നോ, അതൊരു നമ്മുടെ ഒരു സഹജീവിയാണ്, ചെയ്യരുത് എന്ന് പറയണം. അല്ലാതെ ചതഞ്ഞ പൂവും മാഞ്ഞ കുങ്കുമവും കാണിച്ചു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്തവൻ റേപ്പ് ചെയ്യാൻ നോക്കും. മറ്റേ സാധനം കണ്ട റേപ്പ് ചെയ്യാൻ തോന്നത്തില്ല. അറയ്ക്കും മനുഷ്യൻ. അറയ്ക്കണം. സിവിലൈസ്ഡ് ഹ്യൂമൻ ബീങ്സ് അറയ്ക്കണം.